ഹായ്, പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. എല്ലാ പ്രിയ ദൈവമക്കൾക്കും ക്രിസ്തേശുവിന്റെ വിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ വിഷയം യേശുക്രിസ്തുവിന്റെ വംശാവലിയും ജീവന്റെ പുസ്തകവും. ഒപ്പം യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ യാദൃച്ഛികമായി വന്നുചേർന്ന താമാർ എന്ന സ്ത്രീ കഥാപാത്രത്തെക്കുറിച്ചുമാണ്. താമാർ എന്ന പേരിന്റെ അർത്ഥം ഈന്തപ്പന എന്നാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 38 അധ്യായത്തിൽ താമാറിന്റെ ജീവിതകഥയെക്കുറിച്ച് ബൈബിൾ വിവരിക്കുന്നു. താമാർ ഒരു കനാന്യ സ്ത്രീയായിരുന്നു. അവളുടെ മാതാപിതാക്കളെയും കുടുംബ പശ്ചാത്തലത്തെയും കുറിച്ച് ബൈബിൾ ഒന്നും പരാമർശിക്കുന്നില്ല. യാക്കോബിന്റെ മകനായ യഹൂദയുടെ മകന്റെ ഭാര്യയായി യഹൂദയുടെ കുടുംബത്തിൽ വന്നു ചേർന്ന താമാർ പിന്നീട് ആ കുടുംബത്തിന്റെ ഭാഗമായി തീരുകയും ഒപ്പം യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ സ്ഥാനം നേടുകയും ചെയ്തു. താമാർ താൻ വിവാഹിതയായി എത്തിയ കുടുംബത്തോടുള്ള ആഴമായ വിശ്വസ്തതയും ആ കുടുംബത്തിൽ തന്റെ സ്ഥാനവും അവകാശവും സംരക്ഷിക്കണമെന്നുള്ള ശക്തമായ ആഗ്രഹവും അവളുടെ ജീവിതത്തിലെ പ്രധാന പ്രേരണകളായിരുന്നു. ഈ ലക്ഷ്യം നേടുന്നതിനായി അവൾ സമൂഹവും മതവും നിർണയിച്ചിരുന്ന സകല സദാചാര പരിധികളും ലംഘിച്ചു മുന്നോട്ടു പോയി. ഒരു കാലഘട്ടത്തിലും ഒരു സമൂഹവും അംഗീകരിക്കാത്ത വഴികളിലൂടെ അവൾ സഞ്ചരിച്ചു. ഒടുവിൽ യഹൂദയുടെ കുടുംബ ചരിത്രത്തിൽ അവൾ തന്റെ സ്ഥാനവും സ്വാധീനവും നേടിയെടുത്തു. യഹൂദയുടെ മൂത്ത മകനായ ഏറിനെ വിവാഹം ചെയ്താണ് താമാർ ആ കുടുംബത്തിൽ എത്തിച്ചേർന്നത്. എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകം 38:7 പറയുന്നു, ഏർ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് അവൻ പുത്രന്മാരില്ലാതെ മരിച്ചു പോയതിനാൽ യഹൂദ താമാറിനെ തന്റെ രണ്ടാമത്തെ മകനായ ഓനാന് ഭാര്യയായി നൽകി. എന്നാൽ ഓനാൻ തന്റെ സഹോദരന്റെ പേരിൽ ഒരു പുത്രന് നൽകാൻ തയ്യാറായില്ല. ആയതിനാൽ അവനും യഹോവയ്ക്ക് അനിഷ്ടനാവുകയും മരണപ്പെടുകയും ചെയ്തു. ഇതിൽ വിഷമിതനായ യഹൂദ തന്റെ ഇളയ മകനായ ശേലയും സഹോദരങ്ങളെ പോലെ മരിച്ചു പോകരുത് എന്ന് ചിന്തിച്ച് അവനുമായി താമാറിന്റെ വിവാഹം നടത്തുവാൻ ആഗ്രഹിച്ചില്ല. ആയതിനാൽ യഹൂദ അവളോട്, തന്റെ മകൻ ശേല പ്രായമാകുമ്പോൾ നിന്നെ വിവാഹം കഴിക്കും, അതുവരെയും അവളുടെ പിതാവിന്റെ ഭവനത്തിൽ ഒരു വിധവയായി പാർക്കുവാൻ പറഞ്ഞു. അവൾ അവനെ അനുസരിച്ചു. എന്നാൽ പിന്നത്തേതിൽ യഹൂദയുടെ ഭാര്യ മരിച്ചതിനെ തുടർന്ന് യഹൂദ വേശ്യകളെ സമീപിക്കുന്നതിനാരംഭിച്ചു. എന്നാൽ തങ്ങളുടെ ദേശത്തിന്റെ സംസ്കാരം അനുസരിച്ച് തന്റെ ഭർത്താവിന്റെ സഹോദരനായ ശേല പ്രായമായിട്ടും തന്നെ വിവാഹം കഴിക്കുവാനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ താമാർ തന്റെ അമ്മാവനായ യഹൂദ ആടുകളുടെ രോമം കത്രിക്കുവാനായി തിമ്നായ്ക്ക് പോകുന്നതറിഞ്ഞ് അദ്ദേഹത്തെ ചതിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അവൾ താൻ വിവാഹിതയായ ഭവനത്തിൽ നിന്ന് തന്നെ തനിക്ക് സന്താനങ്ങൾ ലഭിക്കുവാനായും തന്റെ ഭർത്താക്കന്മാരുടെ പേരുകൾ അവരുടെ വംശത്തിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കുവാനും ഒപ്പം ആ കുടുംബത്തിൽ തന്റെ സ്ഥാനം സുനിശ്ചിതമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി അവൾ തന്റെ വൈധവ്യ വസ്ത്രം മാറ്റി ഒരു വേശ്യയുടെ വസ്ത്രം ധരിച്ച് തിമ്നയ്ക്ക് പോകുന്ന വഴിക്കുള്ള എനയീം പട്ടണത്തിന്റെ ഗോപുരത്തിൽ യഹൂദയുടെ പാതയിൽ ഇരുന്നു. യഹൂദ അവളെ കണ്ടപ്പോൾ അവളെ വേശ്യയായി പരിഗണിച്ച് അവളുടെ അടുത്ത് പോയി. എന്നാൽ പിന്നത്തേതിൽ അവൾക്ക് നൽകുവാനായി നിശ്ചയിക്കപ്പെട്ടിരുന്ന കൂലി തന്റെ കൈകളിൽ ഇല്ലാതിരുന്നതിനാലും അവളുടെ ബുദ്ധിപരമായ നീക്കം യഹൂദ ശ്രദ്ധിക്കാതിരുന്നതിനാലും അവൾ ആവശ്യപ്പെട്ടതിൻ പ്രകാരം യഹൂദ തന്റെ മുദ്രമോതിരവും മോതിരച്ചരടും കയ്യിലെ വടിയും അവൾക്ക് കൊടുത്തു. താമാർ മുഖം മറച്ചിരുന്നതുകൊണ്ട് യഹൂദ അവളെ തിരിച്ചറിഞ്ഞതുമില്ല. എന്നാൽ പിന്നത്തേതിൽ താമാർ ഗർഭിണിയാണെന്ന വിവരം ലഭിച്ച യഹൂദ അവളുടെ ഭവനത്തിലെത്തി. അവളെ പുറത്തു കൊണ്ടുവരുവിൻ, അവളെ ചുട്ടുകളയണം എന്ന് പറഞ്ഞു. എന്നാൽ അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ തന്റെ അമ്മായിയപ്പന്റെ അടുക്കൽ ആളയച്ചു, ഇവയുടെ ഉടമസ്ഥനായ പുരുഷനാലാകുന്നു ഞാൻ ഗർഭിണിയായിരിക്കുന്നത്. ഈ മുദ്രമോതിരവും മോതിരച്ചരടും വടിയും ആർക്കുള്ളേത് എന്ന് നോക്കി അറിയണം എന്ന് പറയിച്ചു. എന്നാൽ യഹൂദ അവളുടെ വസ്തുക്കളെ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അവൾ എന്നിലും നീതിയുള്ളവൾ. ഞാൻ അവളെ എന്റെ മകൻ ശേലായെ വിവാഹം ചെയ്യുവാൻ അനുവദിച്ചിരുന്നില്ല. പിന്നീട് താമറിനെ ആരും വിമർശിച്ചില്ല. അവളുടെ ജനനകാലം വന്നപ്പോൾ അവൾ 2 പുത്രന്മാരെ പ്രസവിച്ചു. അവർക്ക് അവർ പെരസ് എന്നും സോരഹ് എന്നും പേർ വിളിച്ചു. പെരസിന്റെ വംശത്തിൽ ദാവീദും ദാവീദിന്റെ വംശത്തിൽ യേശുക്രിസ്തുവും ജനിച്ചു. ഇങ്ങനെ മത്തായി എഴുതിയ സുവിശേഷം 1:3 യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ യഹൂദയോടൊപ്പം താമാറിനും സ്ഥാനം ലഭിച്ചു. ഇങ്ങനെ കൃപയാൽ അവൾ നീതീകരിക്കപ്പെട്ടു. ആമേൻ. തന്റെ ലക്ഷ്യം നേടിയെടുക്കുവാനായുള്ള അവളുടെ സമർപ്പണവും പോരാട്ടവും ശ്രദ്ധേയമാണ്. എന്നാൽ ആ ലക്ഷ്യത്തിനായി അവൾ തിരഞ്ഞെടുത്ത മാർഗം അംഗീകരിക്കപ്പെടുന്നതല്ല.
അത് തിരസ്കരിക്കപ്പെടേണ്ടത് തന്നെയാണ്. എങ്കിലും ദൈവകൃപ മനുഷ്യരുടെ പരിമിതികൾക്കും പാപങ്ങൾക്കും അപ്പുറവും പ്രവർത്തിക്കുന്നു എന്നതിന്റെ ശക്തമായ ഉദാഹരണമാണ് താമാറിന്റെ കഥ. ആമേൻ. അതെ പ്രിയമുള്ളവരെ, ഈ കഥയുടെ ഒന്നാം ഭാഗത്തിൽ കനാന്യരുടെ സംസ്കാരത്തെക്കുറിച്ചും മോശയുടെ ന്യായപ്രമാണത്തിലെ സമാനതകളെയും കുറിച്ച് ശ്രദ്ധിക്കാം. ആവർത്തന പുസ്തകം 25-ാം അധ്യായം അതിന്റെ 5 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ സഹോദരന്മാർ ഒന്നിച്ചു പാർക്കുമ്പോൾ അവരിൽ ഒരുത്തൻ മക്കളില്ലാതെ മരിച്ചുപോയാൽ ഭർത്താവിന്റെ സഹോദരൻ അവളെ ഭാര്യയായി പരിഗ്രഹിച്ച് അവളോട് ദേവരധർമ്മം നിവർത്തിക്കുകയും മരിച്ചുപോയ സഹോദരന്റെ പേർ ഇസ്രായേലിൽ മാഞ്ഞു പോകാതിരിക്കേണ്ടതിന് അവൾ പ്രസവിക്കുന്ന ആദ്യജാതനെ മരിച്ചുപോയ സഹോദരന്റെ പേർക്ക് കണക്ക് കൂട്ടണം എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ യഹോവയാം ദൈവം ഈ കൽപ്പന മോശയ്ക്ക് നൽകുന്നതിന്റെ ഏകദേശം 430 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത് കനാന്യരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 38-ന്റെ 8-ാം വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്രകാരം ലേവ്യ പുസ്തകം 20, 21-ന്റെ 9 എന്നീ വചനങ്ങളിലും ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ഇസ്രായേലിൽ നിന്നും നശിപ്പിക്കണം എന്ന് മോശയുടെ ന്യായപ്രമാണം പറയുന്നുവെങ്കിലും ഉൽപ്പത്തിയുടെ പുസ്തകം 38-ന്റെ 24-ൽ പരസംഗത്താൽ ഗർഭിണിയാകുന്നവരെ ചുട്ടുകൊല്ലേണം എന്നുള്ള സമ്പ്രദായം കനാന്യരുടെ മധ്യേ ആദ്യം മുതൽ തന്നെ നിലനിന്നിരുന്നുവെന്ന് മനസ്സിലാക്കാം. ഇതിൽ നിന്ന് ദൈവമായ കർത്താവ് തന്റെ ഈ ഭൂമിയിലെ സാർവലൗകികമായ പദ്ധതി അനുസരിച്ച് എല്ലാ കാലഘട്ടങ്ങളിലും ജാതികളെയും സംസ്കാരങ്ങളെയും നിയന്ത്രിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാം. ആമേൻ. ഈ സന്ദേശത്തിന്റെ 2-ാം ഭാഗത്തിൽ ഈ സംഭവത്തിന് ശേഷം യഹൂദയിൽ വന്ന പരിവർത്തനത്തെക്കുറിച്ച് ശ്രദ്ധിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 29-ന്റെ 35-ൽ യഹൂദയുടെ മാതാവായ ലേയ അവൻ ജനിച്ചപ്പോൾ ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞ് അവൾ അവന് യഹൂദ എന്ന പേര് നൽകി. എങ്കിലും പിന്നത്തേതിൽ അദ്ദേഹത്തിൽ യാതൊരു ദൈവിക സ്വഭാവവും പ്രകടമായിരുന്നില്ല. ഇതിൽ നിന്നും മാതാപിതാക്കളുടെ സമർപ്പണം ഒന്നുകൊണ്ട് മാത്രം ഒരു വ്യക്തി ആത്മസ്വഭാവമുള്ളവനായി തീരും എന്ന് നമുക്ക് കരുതാനാകില്ല. എന്തെന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകം 37-ന്റെ 26-ൽ യഹൂദ തന്റെ സഹോദരനായ യോസഫിനെ വിറ്റുകളയുവാൻ ആലോചന നൽകി കൂട്ടുനിന്നു. പിന്നത്തേതിൽ യോസഫിന്റെ അങ്കി കുഞ്ഞാടിന്റെ രക്തത്തിൽ മുക്കി അപ്പനായ യാക്കോബിന് നൽകി അവനെ ചതിച്ചു, സത്യത്തെ അസത്യമാക്കി മാറ്റി, പിതാവിനെ കരയിപ്പിച്ചു. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 38-ന്റെ 1-ൽ ഹീര എന്നു പേരുള്ള അന്യജാതിക്കാരനുമായി സൗഹൃദം സ്ഥാപിച്ചു. അവിടെ നിന്നും ഒരു കനാന്യ സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ മക്കളായ ഏറിനെയും ഓനനെയും യഹോവ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആയതിനാൽ അവർ അകാലത്തിൽ വംശരഹിതരായി കൊല്ലപ്പെട്ടു. അവിശുദ്ധരായ മാതാപിതാക്കൾക്ക് ദുഷ്ടന്മാരായ പുത്രന്മാരുണ്ടാകുന്നതിൽ അതിശയമില്ല എന്ന് യഹൂദയുടെ കഥ നമ്മെ ഓർപ്പിക്കുന്നു. വൈദവ്യ വസ്ത്രം ധരിച്ച് സ്വന്തം ഭവനത്തിൽ കഴിഞ്ഞിരുന്ന താമാറിന് തന്റെ ഇളയ പുത്രനെ നൽകാമെന്നുള്ള വാക്ക് അദ്ദേഹം പാലിച്ചതുമില്ല. പിന്നെ ഭാര്യയുടെ മരണത്തിന് ശേഷം അദ്ദേഹം ദുർമാർഗത്തിലേക്ക് തിരിയുകയും ആത്മീക അരാജകത്തിൽ അമർന്നു പോവുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം താമാറിനെ തിരിച്ചറിഞ്ഞ നിമിഷം പറഞ്ഞു, അവൾ എന്നിലും നീതിയുള്ളവൾ. ഈ സംഭവം യഹൂദയുടെ ജീവിതത്തെ മാറ്റിമറിച്ചുവോ, അതോ തന്റെ രക്ഷകനിലേക്കുള്ള വാതിലായി തീർന്ന തന്റെ പുത്രനായ പെരസിന്റെ ഉദ്ഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പോലും അറിയാതെ പരിവർത്തനം കൊണ്ടുവന്നുവോ? എന്തായാലും അദ്ദേഹം അതിനുശേഷം താമാറിനെ ഭാര്യയായി പരിഗണിച്ചില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 44-ന്റെ 33-ൽ ബെന്യാമിന് പകരമായി മിസ്രൈമിലെ പ്രധാനമന്ത്രിയായി തീർന്ന ജോസഫിന് മുൻപിൽ അടിമയായിരിക്കുവാനും അദ്ദേഹം തയ്യാറായി. ഇതിൽ നിന്നെല്ലാം പെരസിന്റെ ജനനത്തിന് ശേഷം അദ്ദേഹം ധാർമ്മിക പരിവർത്തനത്തിന്റെ പാതയിലായിരുന്നുവെന്ന് മനസ്സിലാക്കാം. ആമേൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 49-ന്റെ 10-ൽ അദ്ദേഹത്തിന്റെ പിതാവായ യാക്കോബ് തന്റെ മരണസമയത്ത് രാജത്വത്തിന്റെയും അവകാശത്തിന്റെയും ആശീർവാദം നൽകി യഹൂദയുടെ വംശത്തെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം താമാറിൽ തനിക്ക് ജനിച്ച മകൻ പെരസിലൂടെ നിറവേറ്റപ്പെട്ടു. ആമേൻ. ഈ സന്ദേശത്തിന്റെ 3-ാം ഭാഗത്തിൽ തന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി താമാർ സ്വീകരിച്ച മാർഗത്തെക്കുറിച്ച് പിന്നത്തേതിൽ ബൈബിൾ എന്തു പറയുന്നു എന്നതിനെ കുറിച്ചാണ്. താമാറിന്റെ ഈ മാർഗം 430 വർഷങ്ങൾക്ക് ശേഷം മോശയുടെ ന്യായപ്രമാണം ലേവ്യ പുസ്തകം 20-ന്റെ 12-ൽ പറയുന്നു, ഒരുത്തൻ മരുമകളോടുകൂടെ ശയിച്ചാൽ ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. അവർ നികൃഷ്ട കർമ്മം ചെയ്തു, അവരുടെ രക്തം അവരുടെ മേൽ ഇരിക്കും എന്ന കൽപ്പന നൽകി. ഈ വചനത്തിൽ നിന്നും ദൈവം ഈ മാർഗത്തെ മരണശിക്ഷ നൽകി നിരോധിച്ചിരിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു.
എന്നാൽ പിന്നത്തേതിൽ ദൈവമായ കർത്താവ് അവളുടെ പേർ കൂടെ എഴുതപ്പെട്ടിരുന്ന വംശത്തിൽ യേശുക്രിസ്തുവിനെ അയച്ചു. യേശുക്രിസ്തുവിന്റെ പുണ്യാഹരക്തത്തിലൂടെ അവൾക്ക് കൃപയാൽ നീതീകരണവും നൽകി. ആമേൻ. ഈ സന്ദേശത്തിന്റെ 4-ാം ഭാഗം യേശുക്രിസ്തുവിന്റെ വംശാവലിയും ജീവന്റെ പുസ്തകവും എന്നതാണ്. അന്യ ആരാധനയും അന്യ സംസ്കാരവുമായി സത്യദൈവത്തെ ആരാധിക്കുന്നവരുടെ കുടുംബത്തിലേക്ക് കയറി വന്ന സ്ത്രീ താമാർ. അവളുടെ ദുഃഖം ഡബിൾ ആയിരുന്നു. ഏർ, ഓനാൻ, യഹൂദ എന്നിവരുടെ ദുഷ്ടതയ്ക്കും ചതിക്കും സ്വാർത്ഥതയ്ക്കും ഇരയായവൾ, വിധവാവസ്ത്രം ധരിച്ച് അപ്പന്റെ വീട്ടിൽ അടയ്ക്കപ്പെട്ടവൾ, സമൂഹത്തിൽ നിന്നും തള്ളപ്പെട്ടവൾ. എന്നാൽ അവൾ തന്റെ വസ്ത്രം മാറ്റി. പിന്നെ അവൾ തൽക്കാലത്തേക്ക് ധരിച്ച വസ്ത്രം അവൾക്ക് വേശ്യായുടെ രൂപം നൽകി. എന്നാൽ അതിലൂടെ അവൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. മരിച്ചുപോയ ഭർത്താക്കന്മാരുടെ പേർ നിലനിർത്തണം. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായവൾ ഗോപുരവാതിൽക്കൽ കാത്തിരുന്നു. എന്നാൽ സകല മാനുഷിക ചിന്തകൾക്കും അപ്പുറം ദൈവമായ കർത്താവിന് അവളോട് കൃപ തോന്നുകയും അവൾക്ക് പുത്രന്മാരെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ആമേൻ. അവൾ ദുർമാർഗിയോ വേശ്യയോ ആയിരുന്നില്ല. അവൾ മറ്റൊരു ഭവനത്തിൽ വിവാഹിതയായി പോകുവാനും ആഗ്രഹിച്ചില്ല. അവൾ വില കൊടുത്തു. പിന്തള്ളപ്പെട്ട അവസ്ഥയിൽ വൈദവ്യ വസ്ത്രത്തിൽ കാത്തിരുന്നു. തന്റെ പ്രാണനെ അപകടത്തിൽ വച്ച് അവൾ മുന്നോട്ട് പോയി. അവൾ നീതിയും ന്യായവും ലഭിക്കേണ്ടതിനായി വില കൊടുത്തു. അങ്ങനെ അവൾ തന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു. അവളുടെ വില കൊടുക്കൽ ദൈവം അംഗീകരിച്ചതിന്റെ അടയാളമാണ് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ചേർക്കപ്പെട്ട അവളുടെ പേര്. സദൃശവാക്യങ്ങൾ 14:1 പറയുന്നു, സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. വിശുദ്ധരെന്ന് ചിന്തിക്കുന്ന സമൂഹം അവളെ കൊല്ലുവാൻ പുറത്തു കൊണ്ടുവന്നു. എന്നാൽ അവൾ യഹൂദയുടെ മുദ്രമോതിരവും മോതിരച്ചരടും വടിയുമായി ഇറങ്ങി വന്നു. അവൾക്ക് ലഭിച്ച മുദ്രകൾ അവൾ മുറുകെ പിടിച്ചിരുന്നു. അത് അവളുടെ ജീവന്റെ തന്നെ വിലയുള്ളതായിരുന്നു. അവളുടെ വില കൊടുക്കൽ ദൈവം അംഗീകരിച്ചതിന്റെ അടയാളമാണ് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ചേർക്കപ്പെട്ട അവളുടെ പേര്. ഇപ്രകാരം താമാറിലൂടെ യഹൂദയിൽ രാജ്യത്വം സ്ഥിരമായി. ദൈവത്തിന്റെ രക്ഷാ പദ്ധതിക്ക് പുറത്തായി ഒരു മനുഷ്യരും ഇല്ല എന്ന് താമാറിന്റെ കഥ നമ്മെ ഓർപ്പിക്കുന്നു. ആമേൻ. ആയതിനാൽ പ്രിയമുള്ളവരെ, നമുക്കും ഇന്നും ഒരു ലക്ഷ്യമുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടുകയും കർത്താവിന്റെ രാജ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുക എന്നതാണ് ആ ലക്ഷ്യം. ഇത് തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഉയർന്ന ബഹുമതിയും അന്തിമ ലക്ഷ്യവും. ആയതിനാൽ ദൈവത്തിന്റെ കുടുംബമായ സഭയുടെ ഭാഗമായി നിലനിൽക്കുകയും കഷ്ടതകളുടെയും വിജയ പരാജയങ്ങൾക്കപ്പുറവും നാം സത്യവിശ്വാസത്തിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നാം നമ്മുടെ ലക്ഷ്യത്തോടടുക്കുകയാണ്. അതിനായി പലപ്പോഴും നമുക്ക് വില കൊടുക്കേണ്ടതായി വരും. ആയതിലേക്കായി വില കൊടുത്ത അപ്പോസ്തലൻ പൗലൂസിനെ കുറിച്ചും മോശയെക്കുറിച്ചും ബൈബിൾ പറയുന്നു. വിജയങ്ങൾ, സ്ഥാനങ്ങൾ, പുരസ്കാരങ്ങൾ, രാജകീയ പദവികൾ, അധികാരങ്ങൾ എല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് ക്രിസ്തുവിനായി കഷ്ടം സഹിക്കുന്നതും ദൈവജനത്തോടൊപ്പം കഷ്ടം അനുഭവിക്കുന്നതും അവർ തിരഞ്ഞെടുത്തത് ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടായിരിക്കുന്നതിനായി ഇവർ കൊടുത്ത വിലയാണ്. ആമേൻ. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു അതിക്രമങ്ങളാലും പാപങ്ങളാലും നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞിരിക്കുന്നു. നമുക്ക് നിത്യമരണം വിധിക്കുന്ന വിധിക്കും നിത്യദണ്ഡനത്തിനും നീക്കുപോക്ക് വരുത്തിയിരിക്കുന്നു. ആയതിനാൽ ക്രിസ്തേശുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പാപക്ഷമയും പാപമോചനവും നിത്യരക്ഷയും പരിശുദ്ധാത്മാവിനാലുള്ള മുദ്രയെയും മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവപുസ്തകത്തിൽ പേരുള്ളവരായി തീരുക എന്നുള്ള നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായി ദൈവമായ കർത്താവ് തന്റെ അതുല്യ കൃപയാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ. ആമേൻ.